കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുടിനും നടത്തിയ മീറ്റിംഗിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. വളരെ സീക്രട്ടായ ഒരു ക്ലോസ് ഡോർ മീറ്റിംഗ് ആയിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഔട്ട്കം ഇത്ര പെട്ടെന്നൊന്നും പുറത്തു വന്നില്ലായിരുന്നു. പക്ഷേ ഇന്നും ഇന്നലെയുമായി ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തുവിടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതിന്റെ കൃത്യതയിലേക്ക് വരാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. പക്ഷേ ട്രംപിന് മുന്നിൽ പുടിൻ ചില ഡിമാൻഡുകൾ വെച്ചു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതേസമയം അമേരിക്കയിൽ നിന്നും ട്രംപിനെതിരായി വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഇതിന്റെയെല്ലാം വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ ദിവസം അലാസ്കയിൽ നടന്നത് ലോകത്തെ പ്രധാനപ്പെട്ട രണ്ട് ശക്തികൾ തമ്മിലുള്ള ഒരു മീറ്റിംഗ് ആണെങ്കിലും അവരുടെ ബോഡി ലാംഗ്വേജിലൊന്നും തന്നെ അത്തരത്തിലുള്ള ഒരു ശത്രുതാപരമായ മനോഭാവം കണ്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റഷ്യക്കെതിരെ നിരന്തരം വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രംപിനെ കഴിഞ്ഞ ദിവസം കണ്ടത് മറ്റൊരു മനുഷ്യനായാണ് എന്ന് പറയേണ്ടി വരും. കാരണം അത്തരത്തിലുള്ള സൗഹൃദ സംഭാഷണങ്ങളായിരുന്നു സ്വീകരണത്തിലെമ്പാടും ട്രംപിന്റെ ഭാഗത്തുനിന്നും പുടിനുണ്ടായത്. ഇതിനുശേഷം നടന്ന മീറ്റിംഗിൽ ഒഫീഷ്യൽസിനല്ലാതെ മറ്റാർക്കും തന്നെ പ്രവേശനമില്ലാത്തത് കൊണ്ട് ഒരു സീക്രട്ട് മീറ്റിംഗ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഈ മീറ്റിംഗിൽ എന്തെല്ലാം ചർച്ച ചെയ്യപ്പെട്ടു എന്നതിലും അവ്യക്തത തുടരുന്നുണ്ട്. എന്തായാലും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പുടിൻ മുന്നോട്ട് വെച്ച എല്ലാ ഡിമാൻഡുകൾക്കും ട്രംപ് മൗനസമ്മതം നൽകിയെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് അമേരിക്കയിൽ നിന്ന് പോലും പുറത്തു വരുന്നത്. പക്ഷേ ട്രംപിന്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, ഏതെങ്കിലും രീതിയിൽ ഒരു നൊബേൽ സമ്മാനം കരസ്ഥമാക്കുക. കാരണം ലോകം ഇന്ന് നേരിടുന്ന പ്രതിസന്ധിക്ക് ഒരു പ്രധാന കാരണം റഷ്യ ഉക്രൈൻ യുദ്ധം തന്നെയാണ്. അതിനാൽ തന്നെ ഈ ഒരു യുദ്ധം ഏതെങ്കിലും രീതിയിൽ അവസാനിപ്പിച്ചുകൊണ്ട് ഇതിന്റെ ഒരു ക്രെഡിറ്റ് ഏറ്റെടുക്കുക എന്നതാണ് ട്രംപിന്റെ കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗിന്റെ പ്രധാന ലക്ഷ്യം. അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ പുടിൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് യുക്രൈന് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ഡിമാൻഡാണ്. ഇതുവരെ നടന്ന യുദ്ധത്തിൽ റഷ്യ പിടിച്ചെടുത്ത 2 സ്റ്റേറ്റുകൾ ഉക്രൈനിൽ നിന്നും റഷ്യക്ക് നൽകുക എന്നതാണ് പുടിന്റെ ആവശ്യം. ഈ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നതാണ് ട്രംപിന്റെ നിലപാട്. പക്ഷേ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഇത് അവർ ഇതുവരെ നടത്തിയ ചെറുത്തുനിൽപ്പിനേറ്റ കനത്ത പ്രത്യാഘാതമായാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഉക്രൈൻ ഈ ഒരു ഡിമാൻഡ് അംഗീകരിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ അമേരിക്ക ഉക്രൈനുമേൽ സമ്മർദ്ദം ചെലുത്തിയേക്കും എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ യൂറോപ്യൻ യൂണിയനും ഇതിനോട് യാതൊരു യോജിപ്പുമില്ല. കാരണം ഇന്ന് റഷ്യ 2 സ്റ്റേറ്റ് പിടിച്ചെടുത്താൽ നാളെ ഉക്രൈനെ പൂർണ്ണമായും കീഴടക്കും എന്ന് പറയാനാവില്ല. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ ഭയപ്പാടോടുകൂടിയാണ് ഈ ഒരു ഡിമാൻഡിനെ പോലും നോക്കിക്കാണുന്നത്. കാരണം ഉക്രൈൻ പിടിച്ചെടുത്താൽ റഷ്യയുടെ അടുത്ത ലക്ഷ്യം തൊട്ടടുത്ത രാജ്യമായ ജർമ്മനി ആയിരിക്കും. അത് കഴിഞ്ഞാൽ പോളണ്ട് ആയിരിക്കും. കാരണം റഷ്യയുടെ അടുത്ത രാജ്യങ്ങൾ ജർമ്മനിയും പോളണ്ടും അടക്കം വരുന്ന യൂറോപ്യൻ രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉക്രൈന്റെ 2 സ്റ്റേറ്റുകൾ വിട്ടു നൽകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും രീതിയിൽ ഈ പ്രശ്നം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു നോബൽ സമ്മാനം സ്വന്തമാക്കണം. അതിനപ്പുറത്തേക്ക് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഏത് അഭിമാനം പണയം വെക്കുന്നതിലും യാതൊരു പ്രശ്നവുമില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ സൂചിപ്പിക്കുന്നത്. റഷ്യക്ക് ഉക്രൈന്റെ 2 സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കാനുള്ള മൗനസമ്മതം നൽകിയെന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതെല്ലാം ഏതെങ്കിലും രീതിയിൽ യൂറോപ്യൻ യൂണിയനെയും ഉക്രൈനെയും സമ്മർദ്ദം ചെലുത്തി നടപ്പിലാക്കുക എന്നതായിരിക്കും അടുത്ത ട്രംപിന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ചർച്ചകളും ട്രംപ് തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഇനി ട്രംപിനെ വിശ്വസിച്ച് അധികാരം മുന്നോട്ട് പോകാനാവില്ല. ഇന്ന് 2 സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കാൻ സമ്മതം നൽകിയെങ്കിൽ നാളെ ഉക്രൈനെ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള സമ്മതം നൽകും എന്നതിലും ഉക്രൈന് ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ഉക്രൈൻ ഇനി പൂർണ്ണമായും ആശ്രയിക്കുന്നത് ഇന്ത്യയാവും. കാരണം യൂറോപ്യൻ രാജ്യങ്ങളുമായും അമേരിക്കയുമായും ഉക്രൈൻ അടുക്കുന്നത് ഒരു തരത്തിലും റഷ്യക്ക് അംഗീകരിക്കാനാവില്ല. ഒരുപക്ഷെ റഷ്യ അംഗീകരിച്ചാൽ പോലും ഉക്രൈനെതിരായി വീണ്ടും യുദ്ധം ചെയ്യും. അതുകൊണ്ട് തന്നെ യൂറോപ്പും അമേരിക്കയുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കാനാണ് ഉക്രൈന്റെ നീക്കം. പിന്നീട് ഉക്രൈന്റെ സുരക്ഷിതത്വം ആരേറ്റെടുക്കും എന്നതാണ് ഒരു ചോദ്യം. അത് റഷ്യയുമായി അടുത്തു നിൽക്കുന്ന ഏതെങ്കിലും രാജ്യങ്ങൾ ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഉക്രൈന്റെ ആവശ്യം. അതിനായി ഉക്രൈൻ നോക്കിക്കാണുന്നത് ചൈനയെയും ഇന്ത്യയുമാണ്. അതിൽ ഏറ്റവും സ്വീകാര്യമായത് ഇന്ത്യയാണ്. കാരണം റഷ്യൻ എക്കോണമിയെ ഇന്ന് പിടിച്ചു നിർത്തുന്നത് ഇന്ത്യയാണ്. റഷ്യയുടെ ഓയിൽ വിപണിയിലടക്കം നിർണായക സ്വാധീനം ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ റഷ്യയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു രാജ്യം എന്ന നിലയിൽ ഉക്രൈൻ നോക്കിക്കാണുന്നത് ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വരും ദിവസങ്ങളിൽ ഇന്ത്യയിൽ എത്തുമെന്ന് തന്നെയാണ് റിപ്പോർട്ട്. അത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾക്കാണ് ഉക്രൈൻ മുൻതൂക്കം നൽകുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നിർണായകമായ ഒരു പങ്ക് വഹിക്കാൻ പോകുന്നത് ഇന്ത്യ തന്നെയാകും. എന്തായാലും റഷ്യ ഉക്രൈൻ ബന്ധങ്ങളിലെ പുതിയ നീക്കങ്ങളുമായി വീണ്ടും കാണാം.